ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൽക്കി മഹായാഗത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോവാണ് ചെയ്യാൻ പോകുന്നത്. എന്തിനു വേണ്ടി കൽക്കി അവതാരമെടുക്കുന്നു? മറ്റു ഭഗവാന്റെ 9 അവതാരങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ കേട്ടു കഴിഞ്ഞതാണ്. ശ്രീകൃഷ്ണ അവതാരമാണെങ്കിലും ശ്രീരാമ അവതാരമാണെങ്കിലും നരസിംഹാവതാരമാണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്, കണ്ടു കഴിഞ്ഞ അവതാരങ്ങളാണ്. ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും സത്യയുഗത്തിലും നടന്ന 9 അവതാരങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കൽക്കി അവതാരം ഇത് നടക്കാൻ പോകുന്ന കലിയുഗത്തിൽ ഭഗവാന്റെ 10ാമത്തെ അവതാരമായിട്ടാണ് കൽക്കി അവതാരം പറയപ്പെടുന്നത്. കൽക്കി അവതരിക്കാൻ എന്താണ് കാരണം? അതിന് 4-ാം അധ്യായത്തിലെ ശ്ലോകത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. ഭഗവത്ഗീതയിൽ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇപ്പോൾ സന്മാർഗത്തിൽ ധർമ്മത്തിൽ ചരിക്കുന്നവരെ സംരക്ഷിക്കുവാനും ദുർമാർഗത്തിൽ ചരിക്കുന്നവരെ, അധർമ്മത്തിൽ വ്യാപരിക്കുന്നവരെ ഇല്ലാതാക്കുവാനും ലോകത്തിൽ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി യുഗം തോറും ഞാൻ ജന്മമെടുക്കുന്നു അർജുന. അപ്പോൾ ഈ കലിയുഗത്തിൽ എടുക്കേണ്ട അവതാരമാണ് കൽക്കി അവതാരം. പിന്നെ കൽക്കിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ. കൽക്കി അവതാരം കലിയുഗം. കലിയുഗം എങ്ങനെ ഉണ്ടായി? കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? കലിയുഗത്തിൽ കലി എന്ന ദുഷ്ടദേവൻ, ഇപ്പോൾ കലിയുടെ സൈന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കലിദേവൻ്റെ സൈന്യം കലി ബാധിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങൾ ഉണ്ടാവുന്നു. കലിദേവൻ്റെ സൈന്യമാണ് കാമക്രോധ ലോഭമോഹ സൈന്യമുണ്ട് എനിക്കെന്ന് പറയുക. നളചരിത മാട്ടങ്കഥയിലുള്ള ശ്ലോകമാണ്. കാമക്രോധ ലോഭമോഹ സൈന്യമുണ്ട് എന്ന് പുഷ്കരനോട് കലി പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ കലിയുടെ സൈന്യങ്ങൾ ഇതാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മാത്സര്യം, ഇതൊക്കെയാണ് കലിയുടെ സൈന്യങ്ങൾ. ഈ സൈന്യത്തെ കൊണ്ടാണ് കലി സഞ്ചരിക്കുന്നത്. ഇപ്പോൾ കലി ദ്വാപരയുഗം അവസാനിക്കുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സ്വർഗാരോഹണത്തോടു കൂടിയാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് കലിയുഗം ആരംഭിക്കുന്നത്. ഇപ്പോൾ കലിയുഗം ആരംഭിക്കുന്നത് ഏത് ചക്രവർത്തിയുടെ, ഏത് മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലാണ്? അഭിമന്യു പുത്രനായ പരിഷിത്ത് മഹാരാജാവിൻ്റെ കാലത്താണ് കലിയുഗം ആരംഭിക്കുന്നത്. അപ്പം കലി തൻ്റെ ദേവതാരൂപത്തിൽ തൻ്റെ കലിദേവൻ പരിഷത്ത് മഹാരാജാവിൻ്റെ അടുത്ത് വന്ന് തനിക്ക് താമസിക്കാനായിട്ട് ഒരു ഇടം ചോദിച്ചു. ഇപ്പോൾ പരിഷത്ത് മഹാരാജാവ് കലിക്ക് താമസിക്കാൻ കൊടുത്ത സ്ഥലം ഏതായിരുന്നു? ചൂതാട്ട കേന്ദ്രങ്ങളിൽ നീ പോയി താമസിച്ചോളാൻ പറഞ്ഞു കലിയോട്. മദ്യശാലകളിൽ, വേശ്യാലയങ്ങളിൽ, വൃത്തിഹീനമായ ഇടങ്ങളിൽ, ഇവിടെയൊക്കെ നീ താമസിച്ചു. അല്ലാത്ത ധർമ്മങ്ങൾ നടക്കുന്ന സ്ഥലത്ത്, നല്ല സ്ഥലങ്ങളിലൊന്നും ജനങ്ങളെ നീ ദ്രോഹിക്കാൻ പാടില്ല. ഈ ഇടങ്ങളിലൊക്കെ നീ താമസിച്ച് നിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കോളൂ. അധാർമികമായ പ്രവർത്തനങ്ങൾ ഈ ഇടങ്ങളിൽ നീ വസിച്ചു കൊള്ളാൻ കലിക്ക് അനുവാദം കൊടുത്തു പരിഷത്ത് മഹാരാജാവ്. വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് ഞാനൊരു
കൽക്കി യാഗം എന്താണ്, കൽക്കി എന്നതിനെ കുറിച്ചൊരു വിവരണമാണ്, അതിൻ്റെ തുടക്കമാണ് ഈ ഒരു വീഡിയോ. ഈ ഉള്ള സ്ഥലങ്ങളിൽ താമസിച്ചു കൊള്ളാൻ പറഞ്ഞു. തുടർന്ന് കലി ആവശ്യപ്പെട്ടു, എനിക്ക് നല്ലൊരു ഇടം കൂടി വേണം, ഇതെല്ലാം മോശം ഇടങ്ങളാണ്. അപ്പം അങ്ങനെയാണ് പരീക്ഷത്ത് മഹാരാജാവ് പറഞ്ഞ് സ്വർണത്തിൽ വസിച്ചു കൊള്ളാൻ പറഞ്ഞു. സ്വർണം എവിടെയുണ്ടോ അവിടെ കലിക്ക് താമസിക്കാം. അപ്പം നല്ല പരമപവിത്രമായ പരിശുദ്ധമായ സ്വർണമുള്ളിടത്ത് നിനക്ക് വസിക്കാം എന്ന് കലിയോട് പരീക്ഷത്ത് മഹാരാജാവ് പറഞ്ഞു. ഇങ്ങനെ പരീക്ഷത്ത് മഹാരാജാവിൻ്റെ കിരീടത്തിൽ തന്നെ സ്വർണ്ണ കിരീടമാണ്, അതിൽ കലി വസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരീക്ഷത്തിന് തന്നെ അത് വിനയായി തീർന്നു. വേട്ടയ്ക്ക് പോയ സമയത്ത് ദാഹിച്ച് അവശനായ പരീക്ഷത്ത് മഹാരാജാവ് ശമീക മഹർഷിയുടെ അടുത്ത് വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കിട്ടാത്തതിനാൽ കലിബാധിതനായ പരീക്ഷത്ത് മഹാരാജാവ് ചത്ത പാമ്പിനെ ശമീക മഹർഷിയുടെ കഴുത്തിലിടുകയും ശാപം നേടുകയും ചെയ്ത കഥ പിന്നീട് ഒരവസരത്തിൽ ഞാൻ പറയാം. അപ്പം അതാണ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ കലി ബാധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അധർമ്മ ചിന്തകൾ വളരെയധികം കൂടും. പിന്നെ നമ്മൾ കൽക്കി മഹായാഗത്തെക്കുറിച്ചും എന്തുകൊണ്ട് കൽക്കി മഹായാഗം നടത്തണം എന്നതിലേക്ക് വരാം. അപ്പോൾ കലിയെ നിഗ്രഹിച്ചുകൊണ്ട്, അപ്പം അതാണ് പറഞ്ഞത്, ധർമ്മത്തെ സംരക്ഷിക്കുവാനായി. ഇപ്പോൾ കൽക്കിയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിയുഗത്തെ അവസാനിപ്പിക്കണം, കലിയെ ഇല്ലാതാക്കണം. കലിയെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സത്യസന്ധമായൊരു യുഗത്തിലേക്ക്, യാതൊരു അധർമ്മ ചിന്തയുമില്ലാത്തൊരു സംവിധാനത്തിലേക്ക്, ഒരു യുഗത്തിലേക്ക് എത്തിക്കണം. അതാണ് സത്യയുഗം. അപ്പം സത്യയുഗത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയായിട്ടാണ് കൽക്കി അവതരിക്കുന്നത്. അപ്പം കൽക്കിയുടെ അവതാരം എവിടെ നടക്കും എന്ന്, കൽക്കിയുടെ അവതാര ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്, അഗ്നിപുരാണത്തിൽ പത്മപുരാണത്തിൽ പറയുന്നുണ്ട്, ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട്, ഗരുഡ പുരാണത്തിൽ, മാർക്കണ്ഡേയ പുരാണത്തിലൊക്കെ കൽക്കിയുടെ അവതാര ലക്ഷ്യത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായി പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കൽക്കി എവിടെ അവതരിക്കും, മാതാപിതാക്കൾ ആരായിരിക്കും, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വിഷ്ണു വ്യാസൻ്റെയും, നമ്മുടെ വ്യാസപരമാത്മാവ് നമുക്കറിയാം ചിരഞ്ജീവിയാണ്. വ്യാസപരമാത്മാവ്, വ്യാസഭഗവാൻ ചിരഞ്ജീവിയാണ്. ഇപ്പം ചിരഞ്ജീവിയായ ആൾക്ക് ഒരിക്കലും വയസ്സാവില്ല. മാർക്കണ്ഡേയൻ ചിരഞ്ജീവിയാണ്, എന്നും 16 എന്നും 16 വയസ്സാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, വിഭീഷണനെ നോക്കിക്കഴിഞ്ഞാൽ, പരശുരാമനെ നോക്കി, വ്യാസഭഗവാനെ നോക്കിക്കഴിഞ്ഞാൽ എന്നും ഒരുപോലെ ഇരിക്കും. പക്ഷെ വ്യാസ മഹർഷി, വ്യാസമുനി എന്നൊക്കെ പറയുന്നത് കൊണ്ട് ആളുകൾ താടിയും മുടിയും നീട്ടി വളർത്തിയൊരു മുനിയുടെ രൂപത്തിലാണ് വ്യാസഭഗവാനെ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ആ രൂപത്തിൽ നമുക്കുള്ള ചിത്രങ്ങൾ നമ്മൾ കാണുന്നത്. ഇപ്പം വിഷ്ണു വ്യാസൻ്റെയും സുമതിയുടെയും മകനായി 3 സമുദ്രങ്ങളും സംഗമിക്കുന്ന സ്ഥലത്ത്, തമിഴ്നാട്ടിലായിരിക്കണമെന്ന് വിചാരിക്കുന്നു, കന്യാകുമാരിയിൽ ത്രിവേണി സംഗമം. ഇപ്പോൾ കന്യാകുമാരി ജില്ലയിലായിരിക്കണമെന്നാണ് പണ്ഡിതന്മാരുടെ പക്ഷം. ഇപ്പോൾ തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലാണ് വിഷ്ണു വ്യാസൻ എന്ന ബ്രാഹ്മണൻ, വ്യാസഭഗവാൻ ഓൾറെഡി ബ്രാഹ്മണനാണ്, വിഷ്ണു വ്യാസൻ എന്ന വ്യാസഭഗവാൻ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യാസഭഗവാന്റെ മകനായിട്ട് തന്നെയാണ് കൽക്കി അവതരിക്കുന്നത്. ഇപ്പം വ്യാസഭഗവാന്റെ അവതാരം, വ്യാസഭഗവാന്റെ ലക്ഷ്യം എന്താണ്? ജനങ്ങളിലേക്ക് ഭക്തിജ്ഞാന വൈരാഗ്യം എത്തിക്കുക.
ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുക. ആ ഒരു ലക്ഷ്യം തന്നെയാണ് അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുക. അതായിരുന്നു വ്യാസഭഗവാന്റെ ജീവിത ലക്ഷ്യം. അതേ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി വ്യാസഭഗവാന്റെയും സുമതി ദേവിയുടെയും മകനായി കൽക്കി ഭഗവാൻ അവതരിക്കുന്നു. അപ്പോൾ കൽക്കി ഭഗവാന്റെ അവതാരം, കൽക്കി ഭഗവാന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ, കൂടുതലായിട്ട് അധർമ്മ ചിന്തകളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി യാഗത്തിൽ കൂടിയും നാമജപത്തിൽ കൂടിയും ജനങ്ങളെ നാമജപത്തിലേക്കും കൽക്കിയുടെ പിതാവായ വ്യാസഭഗവാന്റെ ഭാഗവത പ്രചരണം, കൽക്കി മഹായാഗത്തിൽ യാഗത്തിനോടൊപ്പം തന്നെ അത്രയും പ്രാധാന്യം നാമജപത്തിനും ഭാഗവത പാരായണത്തിനുമുണ്ട്. അതിന് കാരണം വിഷ്ണുവ്യാസൻ്റെ, വ്യാസഭഗവാന്റെ മകനായിട്ടാണ് കൽക്കി അവതരിച്ചത് എന്നതുകൊണ്ടാണ്. അതിനാൽ ഈ കൽക്കി മഹായാഗത്തിൽ കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കണം. അധർമ്മ ചിന്തകളെ ഇല്ലാതാക്കാൻ, അധർമ്മത്തിനെതിരെ ധർമ്മത്തിൻ്റെ വിജയത്തിനായി കൽക്കി മഹായാഗം നടക്കുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 9 വയസ്സ് മുതൽ തന്നെ വ്യാസഭഗവാന് ആരാധിച്ചുകൊണ്ട്, വ്യാസഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട്, വ്യാസഭഗവാന്റെ സന്ദേശങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് വ്യാസഭഗവാൻ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന വ്യാസ പരമാത്മ പീഠം മഠാധിപതി വ്യാസ ശിവയോഗിയാണ് കൽക്കി മഹായാഗത്തിൻ്റെ യജ്ഞാചാര്യൻ. നാമജപത്തിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഭാഗവത ആചാര്യന്മാരും ഇതിൻ്റെ ഭാഗമാകുന്നു. ഈ കൽക്കി മഹായാഗം വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇനിയും കൽക്കി അവതാരത്തെക്കുറിച്ചും കൽക്കി മഹായാഗത്തെക്കുറിച്ചും നിരവധി വീഡിയോ ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക. വ്യാസഭഗവാനെ മനസ്സിൽ ആരാധിക്കുന്ന, കേരളത്തിൽ വ്യാസഭഗവാന്റെ ഒരേ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ള വ്യാസഭഗവാന്റെ ഉപാസകനായ വ്യാസാനന്ദ ശിവയോഗി നിരവധി യാഗങ്ങൾ, ഞാനും അദ്ദേഹത്തിനൊപ്പം യാഗത്തിലൊരു പങ്കാളിയായിട്ടുണ്ട്. നിരവധി യാഗങ്ങൾ നടത്തിയിട്ടുള്ള വ്യാസാനന്ദ ശിവയോഗിയുടെ കാർമ്മികത്വത്തിലാണ് ഈ കൽക്കി മഹായാഗം നടക്കാൻ എന്നത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന വസ്തുതയാണ്. കാരണം വ്യാസഭഗവാന്റെ പുത്രനായിട്ടാണ് കൽക്കിയെ അവതരിപ്പിക്കുന്നത് എന്നത് എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം. ഈ യാഗം വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു.